മുതൽ ഇപ്പോൾ ഇതുവരെ എല്ലാ ഹോസ്പിറ്റൽസ് ആവട്ടും സ്കൂൾ കോളേജസ് ആവട്ടും വീടുകളാവട്ടും ഷോപ്പുകളാവട്ടും എല്ലായിടത്തും നമ്മൾ കയറി നല്ല സ്വീകരണം ഉണ്ടായി. അപ്പോൾ ആ സ്വീകരണം തന്നെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തന്നിട്ടുണ്ട്. ജനങ്ങൾ കാസർഗോഡ് ജനങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ മുഖത്ത് കാണുന്നുണ്ട് ഞങ്ങൾ ഒരു നമുക്ക് ചേഞ്ചസ് വേണമെന്ന് വിചാരിച്ചിട്ട് അവർ നമുക്ക് സ്വീകരണം കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തിൽ വരുന്നുള്ള എക്സ്പ്രഷൻ കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഉണ്ടായ MP ഇതുവരെ നിലവിൽ ഉണ്ടായ MP ഏതൊരു ഡെവലപ്മെൻറ്റ്സ് കാസർഗോഡ് ജില്ലയിൽ ചെയ്യാണ്ട്, അതുപോലെ ഇവിടെ നമ്മളെ ഈ പിറവം മണ്ഡലത്തിൽ ഏതൊരു ഡെവലപ്മെൻറ്റ് കാണാത്ത ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഞാൻ MP ആയിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ നിരവധി നമ്മൾ നരേന്ദ്രമോദിജി ഗവൺമെൻറ്റിൽ വന്നിട്ടുള്ള നിരവധി സ്കീംസുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കി ജനങ്ങൾക്ക് സർവീസ് നേടാനുള്ള ഞാനുള്ളതാണ്. അതേപോലെ നമ്മൾ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഇവിടുന്ന് തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നുള്ളത്. അതേപോലെ പേഷ്യൻസ് ആവട്ടെ അവരും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസാണ് തൊട്ടടുത്തുള്ള നമ്മളെ കർണാടകനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റങ്ങൾ വേണം. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരു മൾട്ടി സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ വേണം. അതേപോലെ പിള്ളേർക്ക് പഠിക്കാൻ കോളേജസ് വേണം. നിരവധി സ്കീംസ് ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇത് നിങ്ങളോടും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഒരു ചാൻസ് എനിക്ക് ഈ നമ്മുടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് നിങ്ങൾ കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ഈ കാസർഗോഡിൻ്റെ മുഖം മാറ്റിയിട്ടുണ്ടാവും. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി, അശ്വിനിയുടെ ഉറപ്പാണ്.